ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരകാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 1 കപ്പ് ആട്ടപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഗ്ലാസ്സിന് അളന്നെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആട്ടപ്പൊടിക്ക് പകരം മൈദ ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്, ബേക്കിംഗ് സോഡയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 4 വെല്ലം ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പല ശർക്കരയും പല മധുരമായിരിക്കും. അപ്പം മധുരത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് കുഴച്ചെടുക്കാനുള്ളൊരു പാകത്തിനാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. ഒരുപാട് ലൂസായി പോവരുത്. ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും പാകത്തിനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉരുട്ടിയെടുക്കാം. ഉരുളകളാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും, അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതുപോലെ കുറച്ച് പരത്തിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. വെല്ലം ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്നിട്ടിട്ട് തീയൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല പോലെ മൊരിച്ചെടുത്താൽ മതി. നമ്മളിതിൽ സോഡാപ്പൊടി ചേർത്ത കാരണം തന്നെ ഉള്ളൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഓരോന്നും ഇതുപോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ സോഡാപ്പൊടി പഴയതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുക കേട്ടോ. പഴയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഡാപ്പൊടി നമ്മൾ വേണ്ടത്ര രീതിയിൽ അത് ആക്റ്റീവായി കിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയത് തന്നെ എടുക്കുക. അപ്പോൾ ഉള്ളൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. പുറം ഭാഗം നല്ല ക്രിസ്പായിട്ടാവും. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് കോരുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ചൂടാറിയാൽ നല്ല പോലെ തന്നെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ എല്ലാം ഞാനിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. തേങ്ങയുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.